നമ്മളിന്ന് പണ്ടൊക്കെ ബേക്കറിയിൽ കിട്ടുന്ന ടൈപ്പ് ആപ്പിൾ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് ഐസിങ് ഷുഗർ എടുക്കുക. ഐസിങ് ഷുഗർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ പൊടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ട് പൊടിക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിൽ ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി കട്ടിക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് ഫുഡ് കളർ, ഞാനിപ്പോൾ യെല്ലോ ആണ് ചേർത്തിരിക്കുന്നത്, യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തിട്ട് അതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സായി ഫുള്ളിങ്ങനെ യോജിച്ച് വരണം. അതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. നോർമൽ കോക്കനട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിപ്പോൾ കേക്ക് ക്രംസ് ആണ്, അതായത് നമ്മൾ ബാക്കി വന്ന കേക്കൊക്കെ ഉണ്ടാവുമല്ലോ, ആ കേക്കാണ്. ഇതിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു 3.5 കപ്പോളം ഉണ്ടാവും. 3.5 കപ്പോളം കേക്ക്, വാനില കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കേക്ക് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ചാനലിൽ എല്ലാ കേക്കിൻ്റെയും വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. റെഡ് ബി കേക്കിൻ്റെ വീഡിയോസിൽ 3 കേക്കിൻ്റെയും ഉണ്ട്. റെഡ് വെൽവെറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, വാനില ഉണ്ട്. അപ്പം അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കി ചെയ്യാം. അത് നന്നായിട്ട് അതിനകത്തിട്ട് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ബോളായിട്ട് ഉരുട്ടാൻ പറ്റണം. ആ രീതിക്ക് ആയതിനു ശേഷം നന്നായിട്ട് തിക്കായതിന് ശേഷം നമ്മൾ അത് എടുത്തിട്ട് അതിനെ കുറച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ ഒരു കൊഴുക്കട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. നമുക്കിതിലിപ്പോൾ ഒരു 8-9 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ടൈപ്പ് 2 ടൈപ്പിൽ ഇത് ചെയ്യാം. അതിലൊരു ടൈപ്പ് ആ ബോൾസിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് ഒരു ടൈപ്പ്, അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അടുത്ത ടൈപ്പാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മഞ്ഞ കളറുള്ള ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, പഞ്ചസാര നമ്മൾ കുറുക്കിയെടുത്ത ടൈപ്പ്. അതിൽ പഞ്ചസാര വെള്ളമായിട്ട് കുറുക്കിയെടുത്തില്ലേ, അത് ഈ ബോൾസിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും, നമ്മൾ ഒന്ന് ഫ്രീസറിൽ വെക്കുമ്പോഴത്തേനും ഇച്ചിരി കട്ടിയാവും. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ആപ്പിളിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 4 ബോൾസ് ഇങ്ങനെയും ചെയ്തു, 4 ബോൾസ് വെറുതെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കോട്ട് ചെയ്യുകയും ചെയ്തു. ഇനി ഇത് ആപ്പിൾ പോലെ തോന്നിക്കാനായിട്ട് നടുക്ക് ഗ്രാമ്പും ഉണ്ടല്ലോ, ഗ്രാമ്പും ഇങ്ങനെ കുത്തി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ആപ്പിൾ കേക്ക് റെഡി.